രാജ്യത്തെ വെട്ടിമുറിച്ച് പല രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, സംസ്ഥാനങ്ങളെ വെട്ടിമുറിച്ച് പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, ജില്ലകളെ വെട്ടിമുറിച്ച് പുതിയ ജില്ലകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം തേടുന്നു. നേരത്തെ എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണം എന്നുള്ള ഒരാവശ്യം ഉയർന്നിരുന്നു. കാരണം വലിയ ജില്ലയാണ്. അപ്പം അതിനെ മുറിച്ച് മൂവാറ്റുപുഴ ജില്ലയാക്കി കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ളവർക്ക് പുതിയ സൗകര്യങ്ങളും പുതിയ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും, ഭരണപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയാക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉന്നയിച്ചിരിക്കുകയാണ് തിരൂർ സബ് കളക്ടർ. അദ്ദേഹം പറയുന്ന ന്യായമായ കാര്യങ്ങളാണ്. അതായത് ഭരണപരമായ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. താലൂക്കുകളുടെ വിഭജനം, അതുപോലെ പഞ്ചായത്തുകളെയൊക്കെ തന്നെ പ്രത്യേകമായി ക്രോഡീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ തന്നെ സാധിക്കും എന്നുള്ളതാണ് തിരൂർ സബ് കളക്ടർ പറയുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ ഇത് പരിഗണിക്കും എന്നുള്ള ഒരു ആഗ്രഹമാണ് തിരൂർ സബ് കളക്ടർ ഫേസ്ബുക്കിൽ പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് കെ കൈനിക്കര എന്നാണ്. അതായത് പൊതു സൗകര്യത്തിലുണ്ടാകുന്ന പുരോഗതിക്കുള്ള നിക്ഷേപമായി ഇതിനെ കാണാമെന്നും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അദ്ദേഹം പറയുന്നു. ജില്ലയുടെ വിഭജനത്തെക്കുറിച്ച് പ്രപ്പോസൽ അയച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഈ മലപ്പുറം ജില്ല വെട്ടിമുറിക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണിത്. അത് മലപ്പുറം ജില്ല ആയതുകൊണ്ട് മാത്രമാണ് ചർച്ച. മൂവാറ്റുപുഴ ജില്ല, എറണാകുളം ജില്ലയായിരുന്നെങ്കിൽ ഇത്ര വലിയ ചർച്ചയാകുമായിരുന്നില്ല. മലപ്പുറം ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ ഒന്നാണ്. അതിനെ തിരൂർ ജില്ലയാക്കി മാറ്റുകയാണെങ്കിൽ പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് സാമൂഹ്യവും മതപരവും ആയ ഒരു ചേരിതിരിവിന് കാരണമാകില്ലേ എന്ന പരിശോധന കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ നടത്തേണ്ടതുണ്ട്. ശരിക്കും മതാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു ജില്ല തന്നെയാണ് മലപ്പുറം എന്നത്. പക്ഷേ അവിടെ മറ്റ് മേഖലകളിൽ, പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ, തിരൂർ മേഖലകളിലും അതുപോലെ നിലമ്പൂർ മേഖലകളിലുമൊക്കെ അന്യമതസ്ഥരായ ധാരാളം പേർ താമസിക്കുന്നുണ്ട്. ഒരു ജില്ലയിൽ ഇന്ന മതസ്ഥരെ താമസിക്കാവൂ എന്ന് ആർക്കും നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ ഈ ജനാധിപത്യ രാജ്യത്ത്. അപ്പം മലപ്പുറം ജില്ല ഇതുപോലെ തന്നെ വെട്ടിമുറിച്ച് 2 ജില്ലകളാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യമായ ആഘാതങ്ങളെക്കുറിച്ച് ആദ്യം ഒരു പഠനം നടത്തണം. എന്നിട്ട് വേണം അതിനെക്കുറിച്ച് ആലോചിക്കാൻ. കാരണം മൂവാറ്റുപുഴയൊന്നും ആണെങ്കിൽ ആ പ്രശ്നമില്ല. ഇത്തരത്തിൽ ഒരു വിഭജനം ആവശ്യമോ, ഭരണപരമായ ആവശ്യമാണോ, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വശങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മതപരമായ ആത്മീയപരമായ വശങ്ങൾ എന്തൊക്കെയാണ്, ഇതേക്കുറിച്ചൊക്കെ തന്നെ പഠിച്ച ശേഷം മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകത, ഓരോ മണ്ഡലങ്ങളും ഓരോ ജില്ലകളും കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ആ വ്യതിയാനം, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പഠിച്ച ശേഷം മാത്രമേ ഈ ഒരു നടപടി ഉണ്ടാകൂ. ഒരു ജില്ല പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിമുറിക്കാൻ പറ്റില്ല. പിന്നെ തിരൂർ സബ് കളക്ടർ അദ്ദേഹം കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയായതുകൊണ്ടും അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടും ഈ ഒരു മേഖലയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം പറയുന്നത് തള്ളിക്കളയേണ്ട കാര്യവുമില്ല. കൃത്യമായി പഠിച്ച് ഒരു നടപടി ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രം നടപടിയെടുക്കുക, തീരുമാനമെടുക്കുക. അതിൽ കേരളീയർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ചിലർക്ക് മനസ്സിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. ഒരു കീറാമുട്ടിയായി തന്നെ അത് ഇങ്ങനെ അവശേഷിക്കും. അത് കീറി പിറകാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ഭരണപരമായ ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട് എന്നതാണ് സത്യം. നമ്മൾ എതിർക്കുന്നുമില്ല, അതിനെ അനുകൂലിക്കുന്നുമില്ല. പക്ഷേ അതിനകത്ത് ചില നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മാത്രം അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതാകും ഉചിതം എന്ന് തോന്നുന്നു.